ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിജു സജീവ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ടെമ്പിളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ലാണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയും ഏതൊക്കെ വണ്ടികളിൽ വരണം, എങ്ങനെയൊക്കെ പോകണം, പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്, അതൊക്കെ ഈ വീഡിയോ നിങ്ങൾ കാണും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ആദ്യം പ്ലാൻ ഇട്ടത് എന്തെങ്കിലും കഴിക്കാനായിരുന്നു. കാരണം ഇന്നലെ 5:50 ട്രെയിൻ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചതാണ്. ഇനി നമുക്ക് നേരെ പോയി എന്തെങ്കിലും കഴിക്കാം. റാം നിവാസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമുക്ക് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ഈ പാവി വന്നവൻ പാതാളം എന്ന് പറയുന്ന കണക്ക് എവിടെ പോലും ഇത് തന്നെ. വന്ന് കയറിയില്ല, അതിനു മുമ്പ് കറണ്ട് പോയി. 2 ദോശ പറഞ്ഞിട്ട് കുറേ നേരമായി, അരമണിക്കൂറോളമായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല ദോശ എത്തി. മസാല ദോശ കഴിക്കുകയാണ്. വിശപ്പ് ഭയങ്കരമായിട്ട് ഓടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കറണ്ട് വന്നു. അപ്പോൾ ഇനി കഴിച്ചിട്ട് വേണം. നമ്മളങ്ങനെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലുള്ള ഈ കടയിൽ നിന്നാണ് നമ്മൾ മസാല ദോശ കഴിച്ചത്. പക്ഷേ ഫുഡ് നൈസായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത് ചായ കുടിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവാം. നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൽ ചായ ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ചായക്കട കയറിയിട്ട് ചായ പറഞ്ഞു. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞൂടെ ഭയങ്കര തലവേദന എടുക്കും. അതുകൊണ്ട് ചായ കുടിച്ചേ പറ്റൂ. ചായ കുടിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന മഞ്ഞ ഓട്ടോ അല്ലേ, അതിന് ഷെയർ ഓട്ടോ എന്നാണ് പറയുന്നത്. അതിൽ വേണം നമുക്ക് പോകാനായിട്ട്. ആക്ച്വലി പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോഴത്തേനും പെരിയ കോവിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ആ ടെമ്പിളിന് ശരിക്കും പേര് ബൃഹദേശ്വര ടെമ്പിൾ എന്നാണ്. ഇവിടെ പറയുന്നത് പെരിയ കോവിൽ എന്നാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഷെയർ ഓട്ടോ വരുമെന്നാണ് പറയുന്നത്. അവിടെ ഏതോ ഒരു ഷെയർ ഓട്ടോ, നമുക്ക് അതിൽ കയറി ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ബൃഹദേശ്വര ടെമ്പിളിൽ പോകേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പം ഷെയർ ഓട്ടോ വഴി പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു ഷെയർ ഓട്ടോ എടുത്തിട്ട് നമ്മൾ അതിൽ പോകണം. അതിൽ ഒരുപാട് പേരുണ്ട്. അവിടെ വരെ പോകാനായിട്ട് ഒരാൾക്ക് 10 രൂപയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ 10 രൂപ കൊടുത്തിട്ട് നമ്മൾ ആ ഷെയർ ഓട്ടോയിൽ പോവാണ്. നമ്മൾ പോകേണ്ട സ്ഥലത്തെത്തുമ്പോൾ അവർ പറഞ്ഞാൽ മതി, അവർ ഇറക്കി തരും. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അവിടെ പറയുമ്പോഴത്തേനും അവർ കൃത്യമായിട്ട് നമ്മളെ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ചു തരും. നമ്മളങ്ങനെ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഏതാനും നിമിഷങ്ങളിൽ തന്നെ അകത്ത് കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവാം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതെല്ലാം നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു കവാടമുണ്ട്. അതിന് മുമ്പിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറുവാനായിട്ട് ചെരുപ്പും ബാഗും സൂക്ഷിക്കുവാനായിട്ട് അതിനടുത്ത് തന്നെയുള്ള കൗണ്ടറിലോട്ട് നമ്മൾ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കൂപ്പണൊക്കെ എടുത്തിട്ട് വേണം അകത്ത് കയറുവാനായിട്ട്. നമ്മളങ്ങനെ നമ്മുടെ ബാഗും ചെരുപ്പും ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൂടുതൽ ഇവിടെ നിന്നിട്ടുണ്ട്. നമ്മളിനി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാനായിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ നമ്മളിനി അതിനകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഭയങ്കര തിരക്കാണ്. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു. AD 1010 അരുൾമൊഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളന്റെ 1ാമന്റെ കാലത്താണ് പണിതത്. 16ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിതത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട്. തൊഴാനായിട്ട് പോയിട്ടില്ല. അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പമുണ്ട്. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവും ഉണ്ട്. ക്രൂഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത്ത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണിത്. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാതി മത ഭേദമന്യാണ് ഇതിനകത്ത് എല്ലാവരും വരുന്നത്, ഈ ക്ഷേത്രം കാണാനായിട്ട് വരുന്നത്. ഒരു മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എത്രയോ മനുഷ്യർ ചേർന്ന് നിർമ്മിച്ച ഒരു മഹാത്ഭുതമാണിത് നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം അതൊരു അത്ഭുതം തന്നെയാണ്. അത്ഭുതങ്ങൾ കാണാൻ ആർക്കായാലും വരാം, കാണാം. രാജരാജ ചോഴൻ പണി കഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രമെന്നും പേര് ലഭിച്ചു. പെരുവുടയാർ കോവിൽ എന്നത് പെരിയ ആവുടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു. ശിവന്റെ ഒരു നാമമാണ് ആവുടയാർ എന്നത്. ചോഴ ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിന്നിരുന്നത്. എന്തായാലും ക്ഷേത്രത്തിന്റെ അകത്ത് കയറാനായിട്ട് പോവുകയാണ്. നമുക്കിതാ ഇവിടെ
കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കയറി പോകാനുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുവഴിയാണ് നമ്മൾ അകത്ത് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാണ് കേട്ടോ. 17-19 നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. രാജരാജ ചോഴന്റെ 25ാം ഭരണവർഷത്തിലെ 1275 ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി. ക്ഷേത്രത്തിന്റെ മതിലിൽ അദ്ദേഹത്തിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. പുറത്തെ മതിലായ തിരുച്ചുറമാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോഴന്റെ സൈന്യാധിപനായ കൃഷ്ണരാമന്റെ നേതൃത്വത്തിലും ഭരണം അതിഥൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ മൊത്ത വിസ്തീർണം 800x400 അടിയാണ്. എന്നാൽ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് 500x250 അടി എന്ന അളവിലാണ്. നിർമ്മാണത്തിന് മൊത്തം 1.3 ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടി വന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരങ്ങളാണ് കവാടങ്ങളായി ഉള്ളത്. ആദ്യം കാണുന്ന കവാടത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ്. നമ്മളങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്നതിന്റെ അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. ഇനി ചുറ്റും നമുക്ക് നടന്ന് കാണുവാനായിട്ട് ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൽ കയറി തൊഴുതില്ലേ, ഇനി നമുക്ക് ഇതിന് ചുറ്റും നിന്ന് പോയി നടന്ന് നമുക്ക് ഫുള്ള് കണ്ടിട്ട് വരാം. കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമന് ലഭിച്ച പേരാണത്രേ കേരളാന്തകൻ. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ 5 നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി. ഇതാണ് ക്ഷേത്രത്തിന്റെ ബാക്ക് നട എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തൊഴുതിട്ട് ഇതുവഴിയാണ് ഇറങ്ങുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കയറുന്നതോ ആ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ കയറേണ്ടത്. അപ്പം അതുവഴി നമ്മൾ കയറി നമ്മൾ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ പുറത്തിറങ്ങി. അപ്പം നമുക്ക് അതിനകത്ത് കണ്ട കാഴ്ചകൾ എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച നിർമ്മിതിയാണ്. നമുക്ക് നിൽക്കുമ്പോൾ ഒരു പണ്ടത്തെ ഒരു കാലഘട്ടം നമുക്ക് ഫീൽ ചെയ്യാൻ അത് നിൽക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വന്ന് കാണാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഗോപുരത്തിന്റെ പേര് രാജരാജൻ തിരുവയിൽ. നിറയെ പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം വിജ്ഞാന കുതുകികൾക്ക് ഒട്ടേറെ പഠന വിഷയങ്ങൾ നൽകുന്നതാണ്. ശിവമാർക്കേണ്ഡേയ പുരാണങ്ങൾ മാത്രമല്ല, അർജുന കിരാതക സന്ദർഭവും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 3 നിലകളാണുള്ളത്. ഇതിലെ പ്രധാന ശില്പമായി പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ്. ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണത്രേ ഇത്. ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മറാത്ത ഭരണകാലത്തിന്റെ ശേഷിപ്പുകളാണ്. നാഗരാജാവിന്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിലുണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ പിൻവശത്ത് കൂടിയാണ് വരുന്നതെങ്കിൽ പോലും 4 വർഷത്തിൽ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പ്രത്യേകിച്ച് വലിയ മാറ്റം നമുക്ക് തോന്നില്ല. ഏത് വർഷത്തിൽ നിന്നാലും നമുക്ക് ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിന് വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. അവിടുത്തെ നൃത്ത മണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി 400 നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുവാനായി 100 വാദ്യ കലാകാരന്മാരും ഉണ്ടായിരുന്നു. ചോഴ, നായ്ക്കർ, മറാഠ രാജാക്കന്മാർക്ക് ചിത്രപണികളോടും കരിങ്കൽ കൊത്തുപണികളോടും ഉള്ള താല്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിൽ പ്രകടമാണ്. പ്രകാര മണ്ഡപത്തിൽ മാർക്കേണ്ഡേയ പുരാണം, തിരുവിളയാടൽ പുരാണം എന്നിവയുടെ കഥ പറയുന്ന ചുമർ ചിത്രങ്ങൾ കാണാം. ക്ഷേത്രമതിൽ കെട്ടിൽ പോലും കൊത്തുപണികൾ കാണാം. നായ്ക്കന്മാരുടെ ജീവചരിത്രവും ഭരതനാട്യത്തിന്റെ 108 അഭിനയ മുദ്രകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ സംരക്ഷണം പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലയിൽപ്പെട്ടതിനാൽ നല്ല രീതിയിൽ തന്നെയാണ് സംരക്ഷിച്ചു വരുന്നത്. നന്ദി മണ്ഡപത്തിലെ നന്ദി ക്ഷേത്രഗോപുരത്തിന്റെ മുകളിലെ കല്ലിന് ഏകദേശം 900 ടൺ ഭാരമുണ്ട്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ചെരുവ് തലം നിർമ്മിച്ച് കല്ലുകളെ അതിലൂടെ നിരക്കി നീക്കിയാണ് അവയെ മുകളിലേക്ക് എത്തിച്ചത്. നമ്മൾ ഏകദേശം ക്ഷേത്രം ഫുള്ള് കണ്ടു തീരാറായി. ഇനി നമുക്ക് പുറത്തിറങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ അതേ കവാടത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടതും. അപ്പോൾ നമ്മൾ ഇനി കുറച്ചുകൂടെ ഒന്നുമില്ല, നമ്മൾ ഏകദേശം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുവഴി ഫ്രണ്ടിലോട്ട് നടന്ന് ചെന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി അവിടെ ഒരു ക്ഷേത്രം പോലെ സംഭവങ്ങളുണ്ട്. അവിടെയും കൂടെ നമുക്ക് കയറിയിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് പോവാം. പ്രധാന പ്രതിഷ്ഠയായ ശിവൻ ലിംഗരൂപത്തിലാണ്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഈ ശിവലിംഗത്തിന് 8.7 മീറ്റർ ഉയരമുണ്ട്. ശ്രീ വിമാനയുടെ വടക്ക് ദിശയിലാണ് ചണ്ഡീകേശ്വരൻ പ്രതിഷ്ഠ. മഹാമണ്ഡപത്തിന്റെ മുൻവശം 13ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാവ് പണി കഴിപ്പിച്ച പൈരനായികി അമ്മാൾ ക്ഷേത്രം ദേവി പ്രതിഷ്ഠയാണ് ഇവിടെ. നന്ദി മണ്ഡപവും സുബ്രഹ്മണ്യ ക്ഷേത്രവും പിന്നീട് ഭരിച്ച നായ്ക്കന്മാരുടെ സംഭാവനയായിരുന്നു. പ്രകാരത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഗണപതി ക്ഷേത്രം മറാത്ത രാജാവ് സർഫോജി 18ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. ഇവ കൂടാതെ ഉപദേവതകളായ ദക്ഷിണമൂർത്തി, സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്ക് പാലകർ, ഇന്ദ്രൻ, അഗ്നി, ഇസാനം, വായു, നിരുത്, യമൻ, കുബേരൻ തുടങ്ങിയവയുടെ സ്ഥാനങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ പോയി ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊഴാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെയും കാണിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തുനിന്ന് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് മാത്രം കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ വന്ന് തന്നെ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് കാണാനായിട്ടുണ്ട്. ഒരു ക്ഷേത്രം എന്നതിലുപരി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ക്ഷേത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, അന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്ത് നമ്മൾ വന്ന് കണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഒരു സംഭവം എന്താണെന്നുള്ളത്. നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ
ഒരു ഭംഗിയും അതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ എന്നാൽ അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവർക്ക് ഇറ്റ്സ് മീ സിജു സയ്യുമാർ സൈനിങ് ഓഫ്.